ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോഡിൽ ചെമ്മലമറ്റത്തിന് സമീപം 16 സെന്റ് സ്ഥലത്തിൽ 1550 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു കിടുക്കൻ വീട് വിൽപ്പനയ്ക്ക്. അതിന് മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. നേരെ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. അതിന് മുൻപ് ഇതിന്റെ വില ഒന്ന് പറയട്ടെ. 60 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില. നെഗോഷ്യബിൾ ആണ്. കിണർ വെള്ളം പറ്റാത്ത കിണർ വെള്ളം കിട്ടും. ശാന്തമായ ഒരു റെസിഡൻഷ്യൽ മേഖലയാണ്. അപ്പോൾ നല്ല ഒരു വൃത്തിയായിട്ട് തന്നെ പണിതിരിക്കുന്ന, നല്ല കൺസ്ട്രക്ഷൻ മേഖലയുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു വ്യക്തി പണിതിരിക്കുന്ന നല്ലൊരു വീടിന്റെ ഈ ദൃശ്യങ്ങളിലേക്ക് ഇതാ നിങ്ങളെയുമായി മീനച്ചിൽ ഹോംസ്. അപ്പോൾ മീനച്ചിൽ ഹോംസിന്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ബിജു പാല. 16 സെന്റ് സ്ഥലത്തിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന പുതിയ വീടിന്റെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുക. ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോഡിൽ, കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോഡിൽ ചെമ്മലമറ്റത്തിന് സമീപമാണ് ഈ വീട്. ഒരു ഹൈവേയിൽ നിന്നും എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 500 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന നല്ലൊരു വീടിൻ്റെ, പുതുപുത്തൻ വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെയാണ് കിണർ, വെള്ളമുണ്ട്. മുഴുവൻ പണി ഇപ്പോൾ തീർന്നു കഴിഞ്ഞു. അപ്പോൾ കിണർ പറ്റാത്ത കിണർ വെള്ളം കിട്ടും. കൂടുതൽ സ്ഥലവും വീടൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അനവധി ആൾക്കാർ ഇപ്പം വിളിക്കുന്നുണ്ട്. കാരണം അവർക്ക് എന്തെങ്കിലും പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യുവാനൊക്കെ ആയിട്ടുള്ള സ്ഥലമൊക്കെയാണ് അവർ ഉദ്ദേശിക്കുക. ജോലിക്കാരൊക്കെ ആണെങ്കിലും ഞായറാഴ്ച ഒരു അവധി കിട്ടുമ്പോൾ ചെറിയ കൈത്തുമ്പയൊക്കെ ആയിട്ട് മുറ്റത്തോടെ നടക്കുക അവർക്കൊരു സുഖമായൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ സ്വന്തം പുരയിടത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയാൽ അതും വലിയ കാര്യങ്ങളാണ്. അങ്ങനെ ഒരു പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു അടുത്ത് തന്നെ തൊട്ട് ചേർന്ന് മുട്ടിയ വീടുകൾ ആഗ്രഹമില്ലാത്തവരുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് മീനച്ചിൽ ഹോംസ് വഴി അവതരിപ്പിക്കപ്പെടുന്ന പുതിയ വീഡിയോയാണ്. 16 സെന്റ് സ്ഥലവും 1550 1600 അടുത്തുണ്ടെന്നാണ് പറഞ്ഞ സ്ക്വയർ ഫീറ്റ്. 1600 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും വിൽപ്പനയ്ക്ക്. ഇത് നല്ല, ഈ സൈഡിലൊക്കെ നോക്കിക്കുക, നല്ല മുറ്റമാണല്ലോ. നല്ല മുറ്റം വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു തെങ്ങ്, പ്ലാവ്, മാവ് എന്ന് വേണ്ടുന്ന പലവ്യഞ്ജന കൃഷികളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ്. മുറ്റവും ചുറ്റുവട്ടമൊക്കെ നമ്മൾ കണ്ടു. പഞ്ചായത്ത് റോഡിൽ നിന്നും നേരിട്ട് ഈ വീട്ടിലേക്ക് മാത്രമുള്ള എൻട്രൻസ് ആണ്. അപ്പോൾ ഇത് സിറ്റ് ഔട്ട് നല്ല വലിപ്പമുള്ള സിറ്റ് ഔട്ട് തന്നെയാണ്. കാർ പോർച്ച് നല്ല വലിപ്പമുള്ള കാർ പോർച്ച് തന്നെയാണ്. നല്ല വലിപ്പമുള്ള സിറ്റ് ഔട്ടും വലിപ്പമുള്ള കാർ പോർച്ചും ഈ വീടിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ തേക്കൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ നേരെ ഇതാണ് നല്ല ഒരു ലൈറ്റ്, ഫാൻസി ലൈറ്റൊക്കെ കൊടുത്തിരിക്കുന്ന നല്ലൊരു സ്വീകരണ മുറി. നല്ല വലിപ്പമേറിയ സ്വീകരണ മുറി തന്നെയാണ്. അവിടുന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് കയറുക. നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാളാണ് നമ്മളിവിടെ കാണുക. ഇവിടെ നിന്ന് നമ്മൾ നല്ലൊരു വാഷ് ഏരിയ കാണുന്നു. കിച്ചണ്, നല്ലൊരു കിച്ചണാണ് ഇവിടെ കാണുന്നത്. കിച്ചണിൽ നല്ല കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുക. ടേബിൾ ടോപ്പ് എല്ലാം ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട്. അത് എപ്പോഴും ഉപകാരപ്രദമാണ്, നല്ലൊരു സ്റ്റോർ റൂം. വീട്ടിൽ മേടിച്ചു കൊണ്ട് നോക്കുന്ന പലചരക്ക് സാധനങ്ങളൊക്കെ അടുക്കി വയ്ക്കുവാനൊക്കെ ആയിട്ട് പറ്റുന്ന രീതിയിൽ അതെല്ലാം വീടിന് അടുക്കളയ്ക്കകത്തോടെ നിരന്ന് കിടക്കാതെ എല്ലാം ഒന്ന് ലെവലായി കിട്ടാവുന്ന രീതിയിൽ നല്ലൊരു സ്റ്റോർ റൂം. അവിടെ നിന്നൊരു വർക്ക് ഏരിയയിലേക്ക് നമ്മൾ ഇറങ്ങി നല്ലൊരു വർക്ക് ഏരിയയും കണ്ടുകൊണ്ട് നമ്മൾ കിച്ചൻ്റെ ദൃശ്യങ്ങൾ കണ്ട് നമ്മളിപ്പോൾ നേരെ പോകുന്നത് നേരെ ഡൈനിങ് ഹാള്. ഇനി 3 ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്കാണ് നമുക്ക് പോകേണ്ടത്.
വലിപ്പമുള്ള ഡൈനിങ് ഹാള്, വലിപ്പമുള്ള കിച്ചൺ, വലിപ്പമുള്ള സ്വീകരണ മുറി, ഇത്രയും ഓക്കെയാണ്. ഇനിയിപ്പം ബാക്കി നമ്മൾ നേരെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ബെഡ്റൂമുകളുടെ ജനൽപ്പാളികളൊക്കെ എന്താണ്, 2 സൈഡിലും 3 പാളി ജനൽ വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. എയർ സർക്കുലേഷനൊക്കെ നന്നായിട്ട് കിട്ടാവുന്ന രീതിയിലുള്ള ജനൽപ്പാളി സൗകര്യങ്ങളാണ്. ഇവിടെ നിന്ന് നമ്മൾ അറ്റാച്ച്ഡ്, ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇതാണ്. ഫൈബറിൻ്റെ ഡോറാണ് ടോയ്ലറ്റിന് കൊടുത്തിരിക്കുക. ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈന് എല്ലാ ടോയ്ലറ്റിലും വന്നിട്ടുണ്ട്, കിച്ചണിലും വന്നിട്ടുണ്ട്. നമുക്ക് സോളാർ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ബെഡ്റൂമിലും ടോയ്ലറ്റിലും അതുപോലെ തന്നെ കിച്ചണിലും ചൂടുവെള്ളം വരാനായിട്ടുള്ള പ്ലംബിംഗ് വർക്കുകളാണ് ഇവിടെ ചെയ്തിട്ടിരിക്കുക. അവിടെ നമ്മൾ നേരെ ഇവിടെ അടുത്ത ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ഒരു സ്പേസ് പോലും വേസ്റ്റ് ആക്കാത്ത രീതിയിലുള്ള നല്ല ഒരു പ്ലാനാണ് ഈ വീടിൻ്റേത്. പിന്നെ രണ്ടാമത്തെ കാര്യം, തൊട്ട് ചേർന്ന് വീടുകൾ ആഗ്രഹമില്ലാത്തവരുണ്ടെങ്കിൽ, അപ്പോൾ എന്നാൽ ആവശ്യത്തിന് അയൽവക്കം വേണം എന്നും ആഗ്രഹിക്കുന്നവരെ, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ നിന്നൊക്കെ വരുന്നവർ അങ്ങനെയൊക്കെയാണ് കൂടുതൽ ചോദിക്കുക. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ബെസ്റ്റാണിത്. അപ്പോൾ അതുപോലെ നല്ല രീതിയിൽ തന്നെയുള്ള നല്ലൊരു മോഡലായിട്ട് തന്നെ പണി കഴിപ്പിച്ചിരിക്കുന്ന നല്ലൊരു വീട്. നല്ല ഒരു AC-യുടെ പോയിൻ്റ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഇനിയിപ്പോൾ അടുത്തൊരു വർഷം 2 വർഷത്തോടു കൂടി AC എല്ലാ വീട്ടിലും നോർമൽ ആയിട്ട് വരുന്ന രീതിയിലേക്കാണ് ഇന്നത്തെ കാലാവസ്ഥ പോകുക. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് വയറിംഗ് ഒക്കെ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മെനക്കെടേണ്ട കാര്യമില്ല. AC-യുടെ പോയിൻ്റ് അഡ്വാൻസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. NRIs ആണെങ്കിലും നാട്ടിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ആർക്കും ലോൺ ലഭിക്കാവുന്നതാണ്. കാരണം അത് ഗവൺമെൻറ് എംപ്ലോയി ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. പ്രൈവറ്റ് ജോലിക്കാർക്കും ലോൺ കിട്ടും. പക്ഷേ സാലറി അക്കൗണ്ടിലായിരിക്കണം കിട്ടുന്നത്. ഇനിയും നിങ്ങളുടെ സാലറി കയ്യിലാണ് കിട്ടുന്നത്, നിങ്ങൾക്ക് നല്ല സാലറി ഉണ്ട്, പക്ഷേ അത് അക്കൗണ്ടിലല്ല കിട്ടുന്നത്. നാട്ടിലോ വിദേശത്തോ ആയിക്കോട്ടെ, അങ്ങനെയുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ആരംഭിച്ചോളുക അക്കൗണ്ടിൽ സാലറി സ്വീകരിക്കാൻ. കാരണം നിങ്ങൾക്ക് ഇതുപോലൊരു വീടൊക്കെ മേടിക്കാൻ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണെങ്കിലും ലോൺ എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം നാട്ടിൽ വന്നാൽ ആ ലോൺ എടുക്കണമെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റും ഉണ്ടാവണം. അതുപോലെ സാലറി അക്കൗണ്ടിലായിരിക്കണം ലഭിക്കുന്നത്. 6 മാസത്തെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റും കൂടെ കിട്ടിയാൽ മാത്രമേ ബാങ്കുകൾ ലോൺ പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് വിദേശത്തൊക്കെ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പലർക്കും ക്യാഷ് കയ്യിലാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ പകുതി ക്യാഷ് കയ്യിലും പകുതി ക്യാഷ് അക്കൗണ്ടിലുമാണ് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ പ്രശ്നങ്ങളാണ് പിന്നീട് ലോൺ എടുക്കാൻ വരുമ്പോൾ. അതുപോലെ എല്ലാം സ്ട്രെയിറ്റായിട്ട് NRI അക്കൗണ്ടിലേക്ക് തന്നെ ക്യാഷ് അയക്കാൻ ശ്രമിക്കുക. ഹുണ്ടി മണി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഇടപാടുകൾ വഴി ക്യാഷ് നാട്ടിലെത്തിയാലും നാട്ടിലേക്ക് ക്യാഷ് അയച്ചു എന്നുള്ളതിന് തെളിവുണ്ടാവില്ല. അപ്പോഴും ലോൺ എടുക്കാൻ വരുമ്പോൾ, ലോണിന് വേണ്ടി വരുമ്പോൾ നമുക്കതൊരു പ്രാക്ടിക്കലി ബുദ്ധിമുട്ടുണ്ടാവും എന്നല്ല, ലോൺ കിട്ടത്തില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് മാക്സിമം അക്കൗണ്ട് വഴി ഡീലിംഗ് നടത്താൻ ശ്രമിക്കുക. നമ്മുടെ രാജ്യത്തിനും നമുക്കും എന്തുകൊണ്ടും നല്ലത് അക്കൗണ്ട് വഴി ട്രാൻസാക്ഷൻ നടത്തുന്നത് തന്നെയാണ്. അപ്പോൾ നല്ലൊരു വീട്, നല്ലൊരു ചുറ്റുവട്ടം, അപ്പോൾ നല്ലൊരു പ്രദേശത്ത് നല്ല വീടിൻ്റെ നല്ല ദൃശ്യങ്ങൾ. 60 ലക്ഷം രൂപ ചോദിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോമേ നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.